അടുത്ത കാലത്ത് കണ്ട ജയപരാജയങ്ങൾ മാറിമറിഞ്ഞ ത്രില്ലറിനൊടുവിൽ BJP മൂന്നാം വട്ടവും ഹരിയാനയെ കീഴടക്കി. ഭരണം ഉറപ്പായിരുന്ന കോൺഗ്രസ് തന്നെ തോൽപ്പിച്ചു. വിഷയം അതല്ല കേട്ടോ. വിജയിച്ച BJPക്ക് കിട്ടിയത് 39% വോട്ട്, തോറ്റ കോൺഗ്രസിന് കിട്ടിയത് 40% വോട്ട്, 1% കൂടുതൽ. ബാക്കി പാർട്ടികൾക്ക് കിട്ടിയത് 21% വോട്ട്. അതായത് 61% പേർ എതിരാണെങ്കിലും 39% വോട്ട് കിട്ടി BJP ഭരിക്കും. സെൻട്രൽ സ്റ്റേറ്റ് ലെവലിൽ ഇതാണ് അവസ്ഥ. എൻ്റെ അഭിപ്രായം, ഇന്ത്യയിലുള്ള നൂറുകണക്കിന് പാർട്ടികൾക്ക് പകരം വോട്ടർമാർ അവരുടെ വോട്ടുകൾ പ്രധാനമായും 2 പ്രധാന പാർട്ടികൾക്ക് മാത്രം നൽകുന്ന രീതിയിൽ 2 പാർട്ടി സിസ്റ്റം വന്നാൽ ഒരുപക്ഷെ ഭൂരിപക്ഷം ആഗ്രഹിക്കുന്ന ഭരണം വന്നേക്കാം. ഇല്ലെങ്കിൽ കാലാകാലം ഒരു ന്യൂനപക്ഷം നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കും. ഇനി ഇത് സ്റ്റേറ്റ് ലെവലിൽ സാധിച്ചില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കാനെങ്കിലും നമ്മൾ 2 പാർട്ടി സിസ്റ്റത്തിലോട്ട് വന്നാൽ ഭൂരിപക്ഷം ആഗ്രഹിക്കുന്ന ഭരണം കിട്ടിയേക്കാം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്